الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പവിത്രമായ ദുൽഹിജ്ജ് മാസം നമ്മളിൽ നിന്ന് വിട പറയാനിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പവിത്രമായ മാസം വിട പറയുന്നുവെങ്കിലും മറ്റൊരു മഹത്വപൂർണമായ മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക കൂടിയാണ്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഹിജ്റ വർഷം 1445 അവസാനിക്കുകയും ഹിജ്റ വർഷം 1446 നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സനത ബിശഹ്രിൻ ഹറാം വഖതമഹ ബിശഹ്രിൻ ഹറാം. ഓരോ വർഷത്തെ ആരംഭം അത് പവിത്രമാസം കൊണ്ട് തുടങ്ങുകയും ആ വർഷത്തെ പവിത്രമാസം കൊണ്ട് തന്നെ അല്ലാഹു തആല അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്ന്. ഇസ്ലാമികമായ ഒരു കലണ്ടർ സംവിധാനം തുടങ്ങുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ അന്ന് തന്നെ ഓരോ വർഷത്തെ മാസങ്ങളുടെ എണ്ണവുമൊക്കെ അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പ്രത്യേകതയും പവിത്രതയുമൊക്കെ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ സ്വഫിനിടയിലൊക്കെ ഒരുപാട് വിടവുണ്ട്. പരമാവധി ആളുകളൊന്നും മുന്നോട്ട് കയറിയിരുന്നാൽ ആളുകൾ അവിടെ ഇങ്ങനെ പുറത്ത് പ്രയാസപ്പെടുന്നുണ്ട്. പരമാവധി അടുത്തേക്ക് കയറിയിരിക്കുക. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും എന്നാണ്. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ 4 മാസങ്ങളെ പവിത്രമാക്കി പ്രഖ്യാപിക്കുകയും
അള്ളാഹുവിന്റെ അടുക്കൽ അതിനെ പുണ്യമുള്ളതാക്കി തീർക്കുകയും മാത്രമല്ല ഒരു വർഷത്തെ 12 മാസങ്ങളാക്കി അല്ലാഹു തആല നിശ്ചയിക്കുകയും ചെയ്തു എന്നാണ്. ദുൽഹിജ്ജയും ദുൽഖഅദും മുഹറവും റജബുമൊക്കെ ഈ 12 മാസങ്ങളിൽ പവിത്രമായി ആദരിക്കപ്പെടുന്ന മാസങ്ങളാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ കുറെ സമയങ്ങളെയും അതുപോലെ തന്നെ ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ പ്രത്യേകം പുണ്യം ലഭിക്കുന്ന രൂപത്തിലുള്ള അമലുകൾ കൊണ്ടൊക്കെ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുമുണ്ട്. ദുൽഹിജ്ജയുടെ തുടർച്ചയായ മുഹറം മാസത്തിന്റെ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നത് ഓരോ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മുഹറം മാസത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു സമയം അത് മുഹറത്തിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. ഫർള് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രബലമായ ഏറ്റവും പ്രത്യേകതയുള്ള പുണ്യമാക്കപ്പെട്ട നമസ്കാരം രാത്രിയിലെ നമസ്കാരമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മുഹറം മാസം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ടതാണ് മുഹറം, അതുപോലെ തന്നെ ദുൽഖഅദും ദുൽഹിജ്ജയും റജബുമൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. എന്നാൽ ഈ ഹിജ്റയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭിച്ചതും അത് നടത്തിയതുമൊക്കെ മുഹറം മാസത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം സഹാബിവര്യന്മാരൊക്കെ അതിലധിക പേരും യാത്ര പുറപ്പെട്ടത് പിന്നീടുള്ള മുഹറമിലായിരുന്നു എന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് മുഹറം മാസത്തിന് ചില പ്രാധാന്യമുണ്ട് എന്ന് കൽപ്പിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തെ ഒരു ഇസ്ലാമിക കലണ്ടറിന്റെ തുടക്കമായി പരിഗണിക്കാനിരുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം അതിലായിരുന്നു, അതുപോലെ തന്നെ നുബുവത്തിന്റെ തുടക്കം അതിലായിരുന്നു, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും റബീഉൽ അവ്വലിലായിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്ത് ആ മാസത്തിലായതുകൊണ്ട് തന്നെ സഹാബാക്കൾ മറ്റു മാസങ്ങളെ കൂടുതൽ പരിഗണിക്കുകയും അതിൽ മുഹറം മാസം ഒരു പ്രധാനപ്പെട്ട മാസമായി അവർ പരിഗണിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമികമായ ഒരു കലണ്ടറിന്റെ തുടക്കം മുഹറമാകണം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുഹറം മറ്റൊരു പ്രത്യേകത മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നു. എന്ന ഹിജ്റയുടെ സന്ദർഭമാണ്. മദീനയിലേക്ക് വന്നു. ആ സമയത്ത് അവിടെ താമസിക്കുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദന്മാരുടെ ഒരു ആചാരത്തെ കാണുകയാണ്. ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ. ഈ ആശൂറ മുഹറം 10 അന്ന് ജൂതന്മാർ നോമ്പ് നോൽക്കുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫഖാല മാ ഹാദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണിത്, എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്. ഇത് ഞങ്ങൾക്കിടയിലെ ഒരു നല്ല സുദിനമാണ് എന്ന് പറയുന്നുണ്ട്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബനൂ ഇസ്രായേലിനെയും ശത്രുക്കളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ദിവസമാണിത്. ഫസോമഹു മൂസ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ ദിവസം നോമ്പെടുത്തിരുന്നു. ഖാല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അന അഹഖു ബി മൂസ മിൻകും. ഞാനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫസോമഹു, അദ്ദേഹം അന്ന് നോമ്പെടുക്കുകയും വഅമറ ബിസിയാമിഹി, നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ മുഹറം 10 നോമ്പെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു പുണ്യം? സിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത അല്ലതി ഖബല.
കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളൊക്കെ പൊറുക്കുവാൻ പര്യാപ്തമായ ഒരു നോമ്പാണ് ഈ യൗമ ആശൂറ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 താസുആനെ കുറിച്ച് പറഞ്ഞു, ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ ല അസൂമന്ന താസിയ. വരും വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ മുഹറം 9-നും ഞാൻ നോമ്പെടുക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹറമിന് മുമ്പേ വഫാത്തായി എന്ന് നമുക്കറിയാം. പക്ഷെ റസൂലുള്ളാഹിന്റെ കൽപ്പന എന്ന നിലക്ക് മുഹറം 9-നും 10-നും നോമ്പെടുക്കുക എന്നത് വളരെ പുണ്യമുള്ള കാര്യവും പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരുന്ന ഈ മാസത്തെ മുഹറം മാസത്തെയും നമ്മൾ പവിത്രമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് പ്രധാനമാണ്. ചരിത്രപരമായി 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് മുഹറം മാസവുമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫറോവക്കെതിരെ, ഫിർഔനെതിരെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും സഹാബത്തും വിജയിച്ച ദിനമാണത്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബ്, ഞാനാണ് എല്ലാത്തിനും വലിയവൻ എന്ന് പ്രഖ്യാപിച്ച് ഞാനാണ് ദൈവം എന്ന് വാദിച്ച ഒരു ചക്രവർത്തിയായിരുന്നു ഫിർഔൻ എന്ന് നമുക്കറിയാം. ആ ഫിർഔന്റെ പതനത്തെക്കുറിച്ചാണ് ഒന്ന് ഖുർആൻ ഈ ദിവസത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അന റബ്ബുക്കുമുൽ അഅല എന്ന് വാദിച്ച ഫറോവക്ക് എന്ത് സംഭവിച്ചു? തന്റെ അധികാരം നിലനിർത്താൻ അദ്ദേഹം ആ നാട്ടിൽ എന്തൊക്കെ ഫിത്തനകളാണ്, ഫസാദുകളാണ് ഉണ്ടാക്കിയിരുന്നത്, നെറികേടുകൾ എത്രയാണ് അദ്ദേഹം ചെയ്തു കൂട്ടിയത്. ഒരു സമൂഹത്തെ മുഴുവൻ അടിച്ചമർത്തുന്ന രൂപത്തിലാക്കി അവിടെ അധികാരം കൈയാളുന്ന സന്ദർഭത്തിലായിരുന്നു ഫറോവയുണ്ടായിരുന്നത്. അന്യായമായ എത്ര മനുഷ്യരെയാണ്, എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് പിറന്നു വീണ ഉടനെ തന്നെ ഈ ഫറോവ കൊന്നുകളഞ്ഞത് എന്നതൊക്കെ ഫിർഔന്റെ ചരിത്രം പഠിക്കുന്ന നമുക്കറിയാം അല്ലെ. അദ്ദേഹം അവസാനം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന സംവാദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തുകൾ വിജയിക്കുകയും ഫറോവയുടെ നാട്യങ്ങൾ തകരുകയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സാഹിറന്മാരുടെ എല്ലാ മാജിക്കുകളും പൊളിഞ്ഞു പോവുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലങ്ങളെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മൾ കാണുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തുകൾ അവർക്ക് ബോധ്യപ്പെടുകയും ആ സമൂഹത്തിലെ കൂടുതൽ ആളുകളും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഫറോവ അവർക്കെതിരെ കടുത്ത കിരാതമായ ശിക്ഷാ നടപടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സമൂഹത്തെ പിന്തുടർന്നുകൊണ്ട് ഫറോവ അതുപോലെ തന്നെ അവിടുത്തെ സംഘവും ഈ ചെങ്കടലിന്റെ മുമ്പിൽ എത്തിച്ചേരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ശുഅറയിലെ വചനങ്ങളിലൂടെ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫൗഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാക്കൽ ബഹർ. ചെങ്കടലിന്റെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. ആ പടർന്നു നിൽക്കുന്ന ചെങ്കടലാണ് മുന്നിൽ. പുറകിലേക്ക് നോക്കിയാൽ ഫറോവയും സംഘവുമുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ വന്നവർ അദ്ദേഹത്തോട് പരിഭവം പറഞ്ഞു, വല്ലാത്തൊരു കെണിയിലായിപ്പോയി നമ്മൾ പെട്ടുപോയത്, ഇനി എന്ത് ചെയ്യും മൂസ? മുന്നിലേക്ക് നോക്കിയാൽ കടലാണ്, എടുത്തു ചാടിയാൽ മരണം സംഭവിക്കും. പുറകിലേക്ക് നോക്കിയാലോ ഫറോവയും സംഘവും ഇത് നമ്മുടെ അടുത്തെത്താനായി, പിടിക്കപ്പെട്ടാൽ അവിടെയും മരണം തന്നെയാണ്, വല്ലാത്ത ദുരിതമാണ് എന്ന് പറയാൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് മാർഗദർശനം നൽകും, എനിക്ക് വഴി കാണിക്കുമെന്നാണ്. അവിടെയാണ് ഈ വഹ്യ് അവതരിപ്പിക്കുന്നത്. എന്താണ് പറയുന്നത്? കടലിൽ അടിക്കുക എന്ന് പറയാണ്. ആ കടലിങ്ങനെ വെള്ളം ഇങ്ങനെ 2 ഭാഗത്തേക്ക് വഴിമാറി, 2 ഭാഗത്തും മല പോലെ വെള്ളം ഇങ്ങനെ കയറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നാണ്. അള്ളാഹു തആല വിചാരിച്ചാൽ ഇതൊക്കെ എത്ര നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹ്ക്ക് മാത്രമേ അത് കഴിയുള്ളൂ എന്നുള്ളതാണ്. ഓരോ സന്ദർഭങ്ങളിലും പ്രതിസന്ധികളിൽ നിന്ന് വലിയ തിരമാലകൾ കണക്കെ, പേമാരി കണക്കെ, വലിയ പർവ്വതം കണക്കെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ അള്ളാഹ്ക്കല്ലാതെ ആരെയാണ് നമ്മളെ കരകയറ്റാൻ കഴിയുക? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ മുഅ്ജിസത്ത് വീണ്ടും അവർക്ക് ബോധ്യപ്പെടുകയാണ്. വടികൊണ്ട് കടലിലടിച്ചപ്പോ തിരമാലകളൊക്കെ വഴിമാറി, അവർക്ക് വലിയ വഴിയൊരുങ്ങി. അവരിങ്ങനെ ഈ വഴിയിലൂടെ കടന്നുപോയി. പുറകെ വന്ന ഫിർഔനെയും സംഘത്തെയും അല്ലാഹു തആല വഴിയിൽ പ്രവേശിപ്പിക്കുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സംഘത്തെയും അല്ലാഹു തആല അക്കരെ കടത്തി രക്ഷപ്പെടുത്തി. പക്ഷേ ഫറോവയും സംഘത്തെയും അല്ലാഹു തആല അവിടെ മുക്കി നശിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ സംഭവങ്ങളുടെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഫറോവയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ, ഫറോവയുടെ ജഡം പിന്നീട് കണ്ടെടുക്കുന്നത്, റഷ്യയിലൊരു മ്യൂസിയത്തിൽ
അത് സൂക്ഷിക്കപ്പെടുന്നത്. അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പഠിച്ച് ശാസ്ത്രജ്ഞന്മാരിൽ പലരും ഇസ്ലാമിനെ കുറിച്ച് വലിയ ബഹുമാനത്തോടെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ഇതിനെക്കുറിച്ച് പഠിച്ച ചില ശാസ്ത്രജ്ഞരൊക്കെ ഇസ്ലാമിനെ സ്വീകരിച്ച സന്ദർഭങ്ങളൊക്കെ മുമ്പ് നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, സുഖലോലുപതയിൽ അഭിരമിച്ചവർ, അഹങ്കാരം നടിച്ചവർ, ഇതെല്ലാം എന്റെ സ്വന്തമാണ് എന്ന് കരുതി ജീവിച്ചവർ, ഇതെന്നും നിലനിൽക്കുമെന്ന് വിചാരിച്ചവർ, നിങ്ങളെയൊക്കെ എന്റെ ചൊൽപ്പടിയിലാക്കാൻ മാത്രം വിഭവങ്ങൾ, അധികാരം, ആയുധം, സന്നാഹങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് അഹങ്കരിച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിരാണ്. ഖുർആൻ അതിനെ വളരെ രസകരമായി ആയത്തിലൂടെ ചോദിക്കുന്നുണ്ട്. അവരുടെ ആ സാഹചര്യത്തെ പറ്റി, മുക്തി നശിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് എന്താണ് ബാക്കിയായത്? അവർ മരിക്കുന്നു വിചാരിച്ചു പോയതല്ല. ഫറോവയുടെ ഈ സംഘം മൊത്തത്തിൽ മൂസായുടെ വിരലിലെണ്ണാവുന്ന സംഘത്തെ പിടിക്കാമെന്ന് കരുതി വലിയ അഹങ്കാരത്തോടെ ഇറങ്ങി പുറപ്പെട്ടവരാണ്. രാജകൊട്ടാരങ്ങളിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോ വീണ്ടും ആ മണിമേടകളിലേക്ക് തിരിഞ്ഞു പോകും, തിരിച്ചു ചെല്ലാൻ കഴിയുമെന്ന് വിചാരിച്ചാണ് അവര് ഇതിനിറങ്ങി പുറപ്പെട്ടത്. പക്ഷേ അല്ലാഹു തആല അവർക്കൊരുക്കിയ വിധി മറ്റൊന്നായിരുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളെയാണ്, അരുവികളെയാണ് അവർക്ക് ഇട്ടേച്ച് പോകേണ്ടി വന്നത്. അവരത് വിട്ടേച്ച് കളഞ്ഞു, അവർക്കതൊക്കെ നശിപ്പിക്കപ്പെട്ടു. അവർക്കില്ലാതായി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഉപേക്ഷിച്ച് അവർക്ക് പോകേണ്ടി വന്നു. വസുറൂഇൻ വമഖാമിൻ കരീം, അവർ താമസിച്ചിരുന്ന എത്ര മനോഹരമായ സ്ഥലങ്ങളായിരുന്നു, എല്ലാവർക്കും ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ? അവരുടെ കൃഷിയിടങ്ങൾ എല്ലാം അവർക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നില്ലേ? വലിയ സുഖ സൗകര്യങ്ങളായിരുന്നു അവർ ആസ്വദിച്ചുകൊണ്ടിരുന്നത്, സുഖിയന്മാരായിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പക്ഷെ അവർക്ക് അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. അവരുടെ എല്ലാ വിഭവങ്ങളും വെട്ടിപ്പിടിച്ചത്, സ്വന്തമായി ഉണ്ടാക്കിയത്, മറ്റുള്ളവൻ അടിച്ചമർത്തി നേടിയത് എല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. എല്ലാത്തിന്റെയും അനന്തരാവകാശം അല്ലാഹു തആല മറ്റുള്ളവർക്ക് നൽകി എന്നാണ്. ഇവിടെ പല മനുഷ്യരും ഉണ്ടാവും യഥാർത്ഥ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുകൊണ്ട് എല്ലാം ഇവിടെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അധികാരത്തിനു വേണ്ടി, തന്റെ സുഖങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവന്റെ അവകാശം എന്താണ് എന്ന് പോലും അത് പരിഗണിക്കാതെ തന്റെ പകപോക്കാനും തന്റേതായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവിതത്തെ വെട്ടിപ്പിടിച്ച എത്രയും മനുഷ്യർ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയാണ് ഓർക്കുന്നത്? വലിയ വലിയ മഹാന്മാർ കഴിഞ്ഞുപോയില്ലേ? അവരെ നമ്മൾ ചിലപ്പോൾ ഒരു നിമിഷം ഓർക്കും. പക്ഷെ അവരുടെ തലമുറകൾ ആസ്വദിക്കാൻ വേണ്ടി എത്രയോ വിട്ടേച്ചു പോയ ആളുകളുണ്ട്. തന്റെ തലമുറകൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പോലും അറിയാൻ കഴിയാത്ത മനുഷ്യർ തന്റെ ജീവിതം സ്വയം നശിപ്പിക്കാൻ, തന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്ന കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് യഥാർത്ഥമായി ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന്, പടച്ചോനെ മറന്ന്, നാളെ പരലോകം മറന്ന് എല്ലാം വെട്ടിപ്പിടിക്കാൻ. ആർക്ക് വേണ്ടിയിട്ടാണ്? തന്റെ തലമുറകൾക്ക് വേണ്ടി വെട്ടിപ്പിടിക്കാൻ. പലപ്പോഴും അയാൾക്ക് അതൊന്ന് ആസ്വദിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അയാൾ ഈ ദുനിയാവിലെ ജീവിതം ഒന്ന് അനുഭവിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഒക്കെ വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കുകയാണ് പലപ്പോഴും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അള്ളാനെ മറന്നാണ് പലതും ചെയ്തത്, അള്ളാന്റെ നിയമങ്ങൾ തെറ്റിച്ചാണ് പലതും ചെയ്തത്, അള്ളാഹുവിന്റെ റസൂലിന്റെ നിയമങ്ങളെ നിർദ്ദേശങ്ങളെ പാലിക്കാതെയാണ് പലതും ചെയ്തു കൂട്ടുന്നത്. എന്നിട്ടോ എന്താണ് അവസാനം ബാക്കിയാകുന്നത് അത്തരക്കാർക്ക്? അങ്ങനെ ധിക്കാരികളായി ജീവിച്ചവർക്ക് ബാക്കിയായത് ഖുർആൻ പറയാണ്, അവരുടെ എല്ലാം മറ്റ് ആളുകൾ അനന്തര സ്വത്താക്കി വെച്ചിട്ടുണ്ടാകുമെന്നാണ്. അള്ളാഹ് ഇങ്ങനെ വിഭജിച്ച് കൊടുക്കുകയാണ്. ആരൊക്കെ അത് അനുഭവിക്കുമെന്ന് അറിയില്ല. അങ്ങനെ ഫറോവക്കും സംഘത്തിനുണ്ടായി എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ പോലും പലപ്പോഴും നമ്മൾ മനസ്സ് കാണിക്കുകയാണ്. നമ്മുടെ സ്വത്ത് അത് നമ്മുടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണ്ടേ? പലപ്പോഴും പല പരാതികളും പരിഭവങ്ങളും ആളുകൾ പറയും. പലരും കൈയടക്കി വെക്കുകയാണ്. പലരുടെയും അടിയാധാരം പലരുടെയും വീടുകളിലാണ്. പലരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പല ഡിമാൻഡുകൾ വെക്കുകയാണ്. പലതും വെട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. അവനവന്റെ ഹക്കല്ലാത്ത വിഹിതം ഒരു രൂപ നമ്മുടെയൊക്കെ പോക്കറ്റിലുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഹൈറും ബർക്കത്തും ഈ ദുനിയാവിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ കടന്നുപോയിട്ടുണ്ടാകും. നമുക്കൊക്കെ തന്നെ അനുഭവമില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ 10 രൂപ നമ്മൾ അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു 10,000 രൂപയുടെ മറ്റ് ചെലവുകളൊന്നും നമുക്ക് തരുമെന്നുള്ളതാണ്. ചെലവാക്കാൻ നമ്മൾ അടുത്തുണ്ടാവും. പക്ഷേ ഒരു പരീക്ഷണമായി അത് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. ദുനിയാവിൽ തന്നെ പലതും നമ്മൾ അനുഭവിക്കേണ്ടി വരും. പരീക്ഷണങ്ങൾ വിശ്വാസികൾക്കുണ്ടാകും. നല്ല നല്ല പരീക്ഷണങ്ങൾ അന്ന് കൊടുക്കും. കഠിനമായ പരീക്ഷണങ്ങൾ. ഇബ്രാഹിം നബിയുടെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്തിട്ടായിരുന്നില്ല.
തോന്നിവാസങ്ങൾ ചെയ്തിട്ടായിരുന്നില്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾ മറികടന്നതുകൊണ്ടായിരുന്നില്ല, കുടുംബജീവിതത്തിൽ അദ്ദേഹം പാലിക്കാത്ത മര്യാദകൾ പാലിക്കാതെ പോയതുകൊണ്ടല്ല. അത് വിശ്വാസികൾക്ക് അള്ളാഹ് നൽകുന്ന ഒരു പരീക്ഷണമാണ്. അതിനൊരു സുഖമുണ്ടാവും. എന്താ സുഖം? അള്ളാഹ് തന്നെ അതിൽ നിന്ന് അവരെ കരകയറ്റുമെന്നാണ്. നിർഭയമായി, ഭയപ്പാടില്ലാതെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഒരു കരുത്ത് അള്ളാഹ് നൽകുമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈമാൻ ഇല്ലാതെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ പരിഗണിക്കാതെ ഇത്തരത്തിൽ വെട്ടിപ്പിടിച്ചവർ, തോന്നിവാസങ്ങൾ ചെയ്തവർ, പലരെയും കഷ്ടപ്പെടുത്തിയവർക്ക് എന്താ സംഭവിക്കുക? ഫറോവമാരുടെ പതനമായിരിക്കും അവർക്ക് ഉണ്ടാകുക. അള്ളാന്റെ കാവലുണ്ടാവില്ല. അത് മറികടക്കാനുള്ള വഴികൾ തുറക്കപ്പെടില്ല. എല്ലാ നിഅ്മത്തുകളും അവസ്തമിച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് അവരുടെ മുമ്പിൽ ഉണ്ടാകുക എന്നാണ് ഖുർആനും ഇസ്ലാമിക ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിനൊക്കെയാണ് ഖുർആൻ ഇത് പറഞ്ഞു തരുന്നത്. തെറ്റുകളൊക്കെ നമുക്ക് സംഭവിക്കും പ്രിയപ്പെട്ടവരെ. മനുഷ്യരാണ് നമ്മളൊക്കെ. ചില വികാരങ്ങളുടെ പുറത്ത്, ചില തെറ്റിദ്ധാരണകളുടെ പുറത്തൊക്കെ പല തെറ്റുകുറ്റങ്ങളും നമുക്ക് സംഭവിക്കും. നമുക്ക് എന്താ ചെയ്യാനുള്ളത്? തിരുത്തുക എന്നുള്ളതാണ്. നമ്മളത് തിരുത്തുകയും പരിഹരിക്കുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുകയും പരസ്പരമുള്ള ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഹക്കടപാടുകളൊക്കെ ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് പ്രിയപ്പെട്ടവരെ. അല്ലാതെ ആരും ഇതൊന്നും കൊണ്ടുപോകൂല എന്ന് നമ്മൾ ഇടക്കിടക്ക് ഓർക്കണം. മരണമെന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ഗ്യാരണ്ടിയാ പറയാനുള്ളത്? 13 വയസ്സായ ഒരു കുട്ടിയാണ് നമ്മുടെ ഫറൂഖ് കോളേജിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. ആ തൊട്ടടുത്ത് കാണുന്ന ഒരു കുളത്തിൽ പോയി കുളിച്ചതാണ്. മീബിക്, അതിന്റെ വൈറസ് ബാധിച്ച് ദിവസങ്ങളോളം മെഡിക്കൽ കോളേജിലായിരുന്നു. കഴിഞ്ഞ ദിവസം 13 വയസ്സായിട്ടുള്ള കുട്ടിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ എന്തൊക്കെ സ്വപ്നം കണ്ടവരായിരിക്കും. മരണം അങ്ങനെയാണ്. നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ടൂർ പോയി ഒരു വെള്ളച്ചാട്ടത്തിന്റെ നടുവിൽ നിന്ന് ഒരു കൂട്ടത്തോടെ ഒരു കുടുംബം ഒന്നാകെ ഒലിച്ചു പോയ സാഹചര്യം നമ്മൾ വായിച്ചില്ലേ? ആസ്വദിക്കാൻ പോയതാണ്, ജീവിതം ഒന്ന് സന്തോഷിക്കാൻ പോയതാണ്, തിരിച്ചു വരാമെന്ന് കരുതി പോയതാണ്. പക്ഷേ പലരുടെയും വിധികളൊക്കെ അങ്ങനെയാണ്. നമ്മുടെയൊക്കെ ആയുസിന്റെ ബലം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ആയുസ് നീട്ടിക്കിട്ടാനും കൂടുതൽ നന്മകൾ ചെയ്യാനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളെ, പോരായ്മകളെ അള്ളാഹുവിൽ തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ അത് നിർവഹിച്ച ആ സന്ദർഭങ്ങളിൽ അള്ളാഹു തആല നമ്മുടെ പോരായ്മകൾ പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും തഖ്വയുള്ളവരായി മാറുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ മുഹറം മാസത്തിലെ 9ഉം 10ഉം നോമ്പിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുകയും അത് പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ പരിശീലിക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത്. രണ്ടാമതായി, ഈ മാസം നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം കർബല ചരിത്രം എന്ന് പറയുന്ന ഒരു ചരിത്രമാണ്. പലരും ഈ മുഹറം മാസം അള്ളാഹുവും റസൂലും പവിത്രമാക്കിയ മാസത്തെ പലപ്പോഴും ഒരു ദുശ്ശഗുണത്തിൻ്റെ, ഒരു മോശമായ ദിവസത്തിൻ്റെ സമയമൊക്കെ ആയിട്ട് കണക്കാക്കാറുണ്ട്. നഹ്സ് എന്നാണ് അതിന് പറയാറുള്ളത്. ഒരു ദുശ്ശഗുണം എന്ന നിലയ്ക്ക് ആളുകൾ കാണുകയാണ്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന നിലയ്ക്കുള്ള പ്രചരണങ്ങൾ നാട്ടിലുണ്ട്. അതിൻ്റെതായ ആചാരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മുഹറം 10-ന് മുസ്ലിം സമുദായത്തിൻ്റെ ആളുകളെ, മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും കണ്ണീരിലാഴ്ത്തിയ ഒരു ദിവസമായിരുന്നു യഥാർത്ഥത്തിൽ കർബലയിൽ വെച്ച് നടന്നത്. പ്രവാചകന്റെ പേരക്കുട്ടി, അതുപോലെ തന്നെ അവിടുത്തെ കുടുംബങ്ങൾ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട വളരെ വേദനാനിർഭരമായ ഒരു സംഭവത്തിനാണ് മുഹറം 10 ഹിജ്റ 61-ൽ സാക്ഷ്യം വഹിച്ചത്. നമുക്കറിയാം, മുആവിയ ഉമയ്യ ഭരണകൂടത്തിന്റെ അധികാരം തുടരുന്ന സന്ദർഭത്തിൽ യസീദ് ഇബ്നു മുആവിയ അധികാരമേറ്റ സന്ദർഭം ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിന്റെ മോശം സ്വഭാവവും മോശം ഭരണവും ആളുകൾക്ക് വലിയ ദുസ്സഹമായി. അദ്ദേഹം അധികാരമേറ്റെടുത്തപ്പോൾ പലരും അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യാത്ത സാഹചര്യങ്ങളുണ്ടായി. മക്കയിലേക്കും മദീനയിലേക്കുമൊക്കെ ആളുകൾ വിവരം അറിയിച്ചു. കൂഫയിൽ ഭരണാധികാരിയുടെ സ്വഭാവങ്ങളെക്കുറിച്ച്, വളരെ മോശമായ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ
ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഖിലാഫത്ത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് കൂഫയിലെ, ബഗ്ദാദിലെ, ഇറാഖിലെ ഒരുപാട് സഹോദരങ്ങൾ, 10,000-കണക്കിന് സഹോദരങ്ങൾ ബൈഅത്ത് ചെയ്യാമെന്ന് അദ്ദേഹത്തിന് അറിയിപ്പ് കൊടുക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ വീട്ടിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു, ഞാൻ കൂഫയിലേക്ക് പുറപ്പെടട്ടെ എന്ന്. അവിടെ നിന്ന് ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് കത്തയക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റക്ക് കാര്യങ്ങൾ വിവരം അന്വേഷിച്ച് പോരാ എന്നല്ലാതെ കുടുംബസമേതം അവിടേക്ക് പോകാൻ പറ്റിയ സാഹചര്യമല്ല. മരണം നിങ്ങളുടെ മുമ്പിലുണ്ട്, അവർ നിങ്ങളെ കൊന്നുകളയും എന്നൊക്കെ പറയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു സന്ദർഭം ആണെങ്കിൽ ഞാൻ ഇവിടെ സുരക്ഷിതമായി നിൽക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാണ് അദ്ദേഹം 10-72ഓളം ആളുകളെ കൂട്ടി, കുടുംബത്തെ കൂട്ടി, മക്കളെ കൂട്ടി, അവരുടെ സഹോദരങ്ങളെ കൂട്ടിയൊക്കെ ഒന്നിച്ച് കൂഫയിലേക്ക് പുറപ്പെടുന്നത്. അവിടെ 10,000-കണക്കിന് ആളുകൾ ബൈഅത്ത് ചെയ്തുവല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അദ്ദേഹം പോകുന്നത്. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഒരാളെ, മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ വളരെ മോശമായാണ് അവർ സമീപിച്ചത്. കൂഫക്കാരൊക്കെ കുറെ ആളുകൾ ബൈഅത്ത് ചെയ്തെങ്കിലും ഭരണകൂടം വളരെ മോശമായി പെരുമാറുകയും യസീദ് നിലവിലുണ്ടായിരുന്ന നുഅ്മാൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല ഒരു ഗവർണറെ സ്ഥാനം മാറ്റുകയും മറ്റൊരാൾക്ക് അധികാരം കൊടുക്കുകയും അദ്ദേഹം ഈ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പിടികൂടുകയും അദ്ദേഹത്തെ വധിക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടി ആകെ കലാപകലുഷിതമായ സാഹചര്യമായി ഇദ്ദേഹം കൂഫയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെടുകയും ആ വഴിയിൽ വെച്ച് യസീദിന്റെ പട്ടാളം ഇദ്ദേഹത്തെ ഉപരോധിക്കുകയാണ്. മുഹറം 7-ന് അവര് യൂഫ്രട്ടീസ് നദീതീരത്ത് അവിടുന്ന് അല്പമുള്ള ഈ കർബല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നെങ്കിലും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ആ ഭരണകൂടം, പട്ടാളം നിഷേധിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, എല്ലാ നിലക്കും ഉപരോധം ഏർപ്പെടുത്തി. വലിയ പ്രയാസം സഹിക്കേണ്ടി വന്നു. പിഞ്ചുമക്കളൊക്കെ ദാഹിച്ച് പ്രയാസപ്പെട്ട് പൊട്ടിക്കരയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി. 9-നും 10-നുമൊക്കെ യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ആളുകൾ വെള്ളത്തിനു വേണ്ടി എത്തുന്ന ആളുകളൊക്കെ ഇവർ കൊല ചെയ്തു. 6 മാസം പ്രായമായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിഞ്ചു കുഞ്ഞിനെ വെള്ളത്തിനു വേണ്ടി ദാഹിച്ച് വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അമ്പെയ്ത് യസീദിന്റെ പട്ടാളം കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. വലിയ വിഷമകരമായ സന്ദർഭം ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയി, വളരെ ക്രൂരമായി. അതോടുകൂടി ഈ പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്തി സഹിക്കാൻ വയ്യാതെ അവർ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. 72ഓളം വരുന്ന ആളുകൾ പിടിച്ചു നിൽക്കാൻ എങ്ങനെയാണ് കഴിയുക? ഈ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഫറസ്ദക്ക് എന്ന് പറയുന്ന കവിയെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്നുണ്ട്. എന്താണ് കൂഫയിലെ സാഹചര്യങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോ കവി പറയുന്നുണ്ട്, കൂഫക്കാരുടെ ഹൃദയമൊക്കെ താങ്കളുടെ കയ്യിലായിരിക്കാം, പക്ഷേ കൂഫയിലെ അധികാരം, അവിടുത്തെ ആയുധങ്ങളെല്ലാം ബനൂ ഉമയ്യയുടെ കയ്യിലാണ് എന്ന് താങ്കൾ ഓർക്കണം എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും മുസ്ലിം സമുദായത്തിലൊക്കെ എത്രയോ പാഠങ്ങൾ പകർന്നു നൽകുന്ന ചരിത്രമാണ് കർബലയുടെ ചരിത്രം. പലപ്പോഴും ആളുകൾക്കൊക്കെ ആവേശം കൊള്ളിക്കാൻ എളുപ്പം സമയമുണ്ടാവും. പക്ഷേ സാമൂഹികമായ സാഹചര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാതെ പോയാൽ പലപ്പോഴും ദുരിതങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മറന്നു പോകാതിരിക്കുക. കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ മക്കളെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയും സ്ത്രീകളെയും ഒക്കെ അതിക്രൂരമായി യസീദിന്റെ പട്ടാളം കൊല ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിന് അന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. അത് മുഹറം 10-നാണ് നടന്നത്. അത് പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളായി വാഴ്ത്തപ്പെട്ട ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരിതിനെ വലിയൊരു ആചാര ദിവസമായി, ഒരു ദുശകുനമായ ഒരു ദിവസമായിട്ട്, സങ്കടകരമായ ഒരു ദിവസം എന്നുള്ളവർക്ക് ആചാരം കൊണ്ടുവരികയും ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയും അടിച്ചും അതുപോലെ തന്നെ വാളുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചുമൊക്കെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന ഒരു സാഹചര്യം, അതിലൊക്കെ പുണ്യമുണ്ട് എന്നവർ വിശ്വസിക്കുകയാണ്. കുത്തുറാത്തീബുകളൊക്കെ നടത്തുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കർബല ദിനം ആചരിക്കുന്ന സാഹചര്യമൊക്കെ പല മുസ്ലിം സമുദായങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അതൊന്നും ഒരു ഇസ്ലാമികപരമായി പഠിപ്പിക്കപ്പെട്ട സുന്നത്തല്ല. ആ സംഭവത്തിൽ എല്ലാവരും ഖേദിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നബി പഠിപ്പിക്കാത്ത ഒരു ആചാരം എന്ന നിലക്ക് ആ ദിവസത്തെ ഒരു മോശം ദിനമായി കാണേണ്ട സന്ദർഭമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിലൂടെ കടന്ന് രക്ഷപ്പെട്ട ഒരു വലിയ വിജയം കൊയ്ത ദിവസമായിട്ടാണ് ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നത്. ഒരു സന്തോഷിക്കാനുള്ള ദിവസമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതിനെ ഒരു മോശം ദിനമായി കാണേണ്ടതല്ല എന്ന് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്ലുസ് സുന്നയിൽ പിഴച്ച കക്ഷികളായി പരിചയപ്പെടുത്തപ്പെട്ട ഇജ്മാഅി പണ്ഡിതന്മാർ മനസ്സിലാക്കിയ വിഭാഗമാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. അവരുടെ പല ആചാരങ്ങളും സുന്നത്തുകൾ എന്ന പേരിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ ദിവസത്തിൽ നിശ്ചയിച്ച കല്യാണങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല.
വീട് താമസം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ടതില്ല. പ്രത്യേകമായി യാത്ര ചെയ്യാനുണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ടതില്ല. എന്തെങ്കിലും ഒരു കച്ചവടത്തിന് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നും മുടക്കേണ്ടതില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തെ പറ്റി, യാ ഖൈബത്ത് ദഹർ, ദുശ്ശകുനമേ, കാലമേ, നീ എത്ര നശിച്ചതാണ് എന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലു, നിങ്ങൾ അങ്ങനെ കാലത്തെ പഴിക്കരുത്, ദിവസത്തെ സമയത്തെ ഒന്നും നിങ്ങൾ അങ്ങനെ കുറ്റം പറയരുത് എന്ന് പറയാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങളെ, ആപത്തുകളെ നമ്മൾ ഏതെങ്കിലും സമയമായിട്ട് ബന്ധപ്പെടുത്തി, മുഹൂർത്തമായിട്ട് ബന്ധപ്പെടുത്തി, ഏതെങ്കിലും ഒരു രാഹുകാലമായിട്ട് ബന്ധപ്പെടുത്തി, ഒരു ലക്ഷണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ശകുനം നോക്കുക എന്നത് ഷിർക്കുൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ശകുനം നോക്കുക എന്നുള്ളത് ഷിർക്കാണ്, ബഹുദൈവത്വത്തിൽ പെട്ടതാണ്, പങ്കുചേർക്കുന്നതിൽ പെട്ടതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അള്ളാഹിന്റെ ഖളാവും ഖദറുമാണ് എന്ന് തിരിച്ചറിയാം, അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് സുബറോടുകൂടി അത് മറികടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യുക എന്നതാണ് പ്രധാനമായുള്ളത്. നമ്മുടെ അതേ സമയം, നമുക്ക് മോശമാകുന്ന അതേ സമയം മറ്റൊരാൾക്ക് ഭയങ്കര സന്തോഷമുള്ള സമയമായിരിക്കും. ചിലപ്പോൾ സ്പോർട്സിലൊക്കെ നമുക്കറിയാം, ഒരു ടീം, 2 ടീം മത്സരിക്കുകയാണെങ്കിൽ ഒരു ടീം തോൽക്കണ ദിവസമായിരിക്കും, മറ്റേ ടീം ജയിക്കും സ്വാഭാവികമായിട്ടും. അതിനൊക്കെ ദുശകുനായിട്ട് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു അടിച്ചു പൊളിച്ച് നിൽക്കുമ്പോൾ മറ്റൊരു ടീം സങ്കടത്തിലായിരിക്കും. അതെന്തോ ഒരു ദുശ്ശകുനം കൊണ്ട് സംഭവിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കണക്കാക്കാൻ നിന്നാൽ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നതുകൊണ്ടാണ് ഇസ്ലാം ഈ നിർദ്ദേശങ്ങൾ നമുക്ക് മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് മുഹറം മാസത്തിന്റെ യഥാർത്ഥമായ അഖീദ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അല്ലാഹു തആല പവിത്രമായി ഈ നിശ്ചയിച്ച ഈ മാസത്തിൽ മോശമായതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക, എല്ലാ നന്മകളും തുടക്കം കുറിക്കാനൊക്കെ പറ്റിയ മാസമെന്ന നിലയ്ക്ക് നമ്മൾ ഇടപെടുക. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളിൽ നിന്ന് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാൻ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മു റഹീമീനായ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനവും ഞങ്ങളുടെ പരീക്ഷകളും ഞങ്ങളുടെ കുടുംബജീവിതവും ഞങ്ങളുടെ കച്ചവടവും ഞങ്ങളുടെ യാത്രകളും എല്ലാം നീ ഹൈറും ബർക്കത്തുമാക്കി തീർക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് അള്ളാഹുവെ, അവരുടെ നല്ല ഉദ്ദേശങ്ങളെ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ, അല്ലാഹുമ്മ اغفر لنا يا غافر المذنبين، اللهم ارحم لنا يا ارحم الراحمين، اللهم ارزق لنا يا خير الرازقين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.